പെട്ടി പൊട്ടിച്ചപ്പോൾ എന്ത് പെട്ടി വന്നാലും എനിക്കത് പൊട്ടിച്ച് യൂട്യൂബിൽ ഇടണമെന്നുള്ളൊരു ഒരു ഇന്റർഫിയർ ചെയ്യലടെ എടുക്കണ്ട. ഇത് ബോഡി ഷോപ്പിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് ചെയ്തൊരു സാധനമാണ്. ഇതിനകത്ത് ജസ്റ്റിക്ക് പ്രധാനമായ ഒരു സാധനം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിങ് അല്ലേ? എനിക്ക് ബോഡി ഷോപ്പിന്റെ സീലൊക്കെ ഉണ്ട്. സാധനവും ഡിസ്ക്രിപ്ഷനും ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പൊട്ടിച്ചപ്പോൾ എന്നാൽ വീഡിയോ ആയിട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ഒന്നുമില്ല. എന്തെങ്കിലും കണ്ടന്റ് വേണ്ടടേ. എങ്ങനെ ക്യാമറമാൻ വേണു എങ്ങനെ തുറക്കുന്നേ? അല്ല ഇവിടുന്ന് ഇത് ബോഡി ഷോപ്പിന്റെ സീലൊക്കെ ഉണ്ട്. ഓ ഇത് 1.5 സീലാണ്. എടാ ചേടക്കൂട്ടാ കുഞ്ഞായേ, സൂം ചെയ്ത് നോക്കൂ. ഫസ്റ്റ് സാധനം ഇത്. ഈ ഒരു സാധനം ഞാൻ ആദ്യം കണ്ടേക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ പശുവിനെ കുളിപ്പിക്കുന്നതല്ല. നമ്മുടെയൊക്കെ വീട്ടില് ശരിയാ, പശുവിനെ കുളിപ്പിക്കുന്ന ഇത്ര വെച്ചിട്ടല്ല. ഈ റബ്ബറില്ലേ, മറ്റേ റബ്ബറല്ല, ഷീറ്റ് പുകപ്പര കൂട്ടിയിട്ട് വെച്ച് പിന്നെ ഉണക്കി പുറത്തിട്ട് കഴിഞ്ഞ് പിന്നെ വിൽക്കാൻ മുഴുവൻ പൂപ്പലായിരിക്കും. അത് പപ്പ ഇങ്ങനെ പൈപ്പിന് ചോട്ടിക്കൊണ്ടിട്ട് കഴിക്കുന്നത് ഞങ്ങളെ വെച്ചായിരുന്നു. ഞങ്ങൾ കഴുകി കൊടുക്കും. ഓരോ ഷീറ്റിന് ഇത്ര പൈസ വെച്ച് അങ്ങനെ അത് കാശ് തരുമായിരുന്നു. ആ ഒരു ബ്രഷിൻ്റെ ഓർമ്മ എനിക്ക് കേട്ടോ. എൻ്റെ പൊന്നെ. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാന്ന് തോന്നുന്നല്ലേ? എരുമേനയായിരിക്കും അല്ലേ? അപ്പം കറക്റ്റാ. ജസ്റ്റിക്ക് കറക്റ്റ്. വളരെ ജസ്റ്റിക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ തൊട്ട് ഈ സാധനം വേണമെന്ന് ജസ്റ്റിക്ക് കുളിക്കാൻ കറക്റ്റ് ബോഡി ഷോപ്പുകാർ എരുമയെ കുളിപ്പിക്കുന്ന സാധനം. ഇത് നൂർത്തിട്ട് ശരിക്കും ഈ ബ്രഷായിരുന്നു കേട്ടോ. റബ്ബർ ഷീറ്റ് ഞങ്ങളെല്ലാം വരയ്ക്കുന്നു. എന്നിട്ട് അത് കൊണ്ട വിൽക്കും. അന്ന് റബ്ബർ ഷീറ്റിന് ഒരു ഉണക്കി ഇറച്ചിയുടെ മണമല്ല. അതാണ് ഈ സാധനം. ഇത് എന്തിനുണ്ട്? ജസ്റ്റിയുടെ പുറം വരച്ച് ഇത് ഇങ്ങനെ വരച്ച് കുളിക്കാൻ അല്ലേ? ഇത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ജസ്റ്റിക്ക് ഇനി ഒന്നും വാങ്ങിച്ചു തന്നില്ലെന്ന് വേണ്ട. ആ ബ്രഷാണ് ഈ ബ്രഷ്. ഇതുണ്ടോ? ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ കോട്ടയത്തൊക്കെ ഉള്ളവർക്കറിയാം. ഷീറ്റ് ഇങ്ങനെ പുകപ്പരയെന്ന് എടുത്തിട്ട് ഉരച്ച് കഴുകും. ഇങ്ങനത്തെ ബ്രഷ് വെച്ചായിരുന്നു. പശുവിനെ കുളിപ്പിക്കുന്ന ഇത് വെച്ചൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇത്ര നീളമില്ലായിരുന്നു തോന്നല്ലേ? പക്ഷെ ഇതിൻ്റെ ബോഡി ഷോപ്പുകാർക്ക് പശുവിനെ കുളിപ്പിക്കുന്നതും ആ സെയിം സാധനം ഉണ്ട്. ഇത്ര നീളമുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കന്നാലിയെ കുളിപ്പിക്കാനുള്ള ബ്രഷാണ് ഇനി. ആ കന്നാലിയുടെ പേരാണ് ജസ്റ്റിൻ മോവൻ. എരുമ. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും എൻ്റെ അപ്പന് എല്ലാ ആണുങ്ങൾക്കും ഉള്ള സ്വന്തം ഭാര്യയുടെ അപ്പന് വിളിക്കാന്നുള്ളൂ. അപ്പന് പറയാന്നുള്ളൂ. എന്തോ വലിയ പിന്നെ വേറെ സ്ഥലം ഉണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ പാക്കിങ് അല്ലേ? ഇതാണ്. അതെ, ഇച്ചിരി ഓർഡർ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. കുറഞ്ഞു പോയോ? ഓ അസാമാന്യ പാക്കിങ്ങാണ്. നോക്കി എന്നാ ഭയങ്കര പാക്കിങ് ആണെന്ന് നോക്കാം. ഇതേ ഗ്ലാസ് അല്ലേ? ഇന്നോട്ടോ ഞൊട്ട കെട്ടി ഞാൻ മരിക്കും. കണ്ടോ? നമ്മുടെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം വെച്ച് ഞൊട്ട വിടുന്നുണ്ടോ? പ്രത്യേക രസമല്ലേ? നല്ല ഞൊട്ട. ഞാൻ സബ്ജക്റ്റിൽ നിന്നും തെറ്റി മാറുന്നു ഗൈസ്. ഇത് ബോഡി ഷോപ്പിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ഡേ ക്രീം. ഈ സാധനമാണ് ഇത്. ഇല്ല ഞാൻ കാണിക്കാം. അത് തന്നെയാണ് ഇതും കേട്ടോ. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. ഇവിടെ ഇരിക്കട്ടെ. ഇത് എൻ്റെ പൊന്നെ, എൻ്റെ ജസ്റ്റ് ഇത് കുഴച്ച് തീർത്തേക്കരുന്ന ഒരു അഭ്യർത്ഥന ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരുമാതിരി എന്താ പറയണ്ടേ, ക്രീം തേക്കുന്നോണ്ട് തേച്ച് ദേഹത്ത് തീർത്തേക്കരുത്, തേച്ച് പിടിപ്പിക്കരുത്. ഇത് വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ക്രീം കാണാമോ? ബോഡി ഷോപ്പിൻ്റെ അടിപൊളി ഒരു
മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഓ ഇതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത ഇത് എന്താ ഇതിപ്പോൾ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ 2 എണ്ണം അങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് ബോഡി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇതും ഈ സെയിം സാധനം തന്നെ. ആർക്കെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിൽ ഇപ്പോൾ ഓടിപ്പോയി ബോഡി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോ, നല്ല സാധനമാണ്. ഇത് 100 days ബോഡി ഷോപ്പിൻ്റെ വേഗനാ സാധനം. 48 hours ഹൈഡ്രേഷനൊക്കെ തരുന്ന ഹൈലറോണിക് എൻറിച്ച്ഡ് വിത്ത് ഹൈലറോണിക് ആസിഡാ സാധനം കേട്ടോ. 95% ഇൻഗ്രീഡിയൻസ് ഓഫ് നാച്ചുറൽ ഒറിജിൻ. ഗ്ലാസ് ജാർ, അതാ ഇത്രയും കവറിങ് വന്നേ. ഇത് യുകെയുടെ സാധനമാണ് ജസ്റ്റി ഇത് യുകെയുടെയാ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ മറ്റേ റെഡ് റോസിൻ്റെ ഒരു ഇതും കൂടെ വാങ്ങിക്കാതെ എന്താ പിന്നെ മറന്നു കാര്യം, ഇനി സമയമുണ്ടല്ലോ. അപ്പം ഈ 2 ക്രീമും ഈ എരുമയെ കുളിപ്പിക്കുന്ന ഇന്നോട്ട് ഇവിടുത്തെ എരുമ. അപ്പം ഇത്ര നാളത്തെ ഒരയ്ക്കാണോ കുളിച്ചോണ്ടിരുന്നത്? എൻ്റെ ഒരു അവസ്ഥ കൂടെ കിടക്കുന്ന എൻ്റെ ഒരു അവസ്ഥ ഓർത്തോണേ. ഈ ഒരു ബ്രഷും ഇത് ജസ്റ്റിക്ക്, ഇത് 2 എനിക്ക്. ഇത് കണ്ടിട്ട് നാളെ തൊട്ട് ജസ്റ്റ് ഇത് വലിച്ചു വാരി തേക്കൊന്നും ചെയ്തേക്കരുത്. ഇതെൻ്റെ ക്രീമാട്ടോ, ഇത് ലേഡീസ് ക്രീമാട്ടോ ജസ്റ്റ് കേട്ടോ. ജസ്റ്റ് കുഴച്ച് തേക്കും, കുഴമ്പൊക്കെ തേക്കുന്ന പോലെ. ജസ്റ്റ് ഞാനൊരു നഗ്ന സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഞെട്ടുവോ? ജസ്റ്റ് സ്ഥിരം ബോഡി ഷോപ്പിൻ്റെ ക്രീം തേച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ? ഇപ്പം തേക്കുന്ന ക്രീം തേച്ചിട്ട് ജസ്റ്റ് വല്ലതും തോന്നുന്നുണ്ടോ? നാളെ തൊട്ട് എൻ്റെ ഒരു ബോക്സ് ജസ്റ്റ് എടുത്തോ. പക്ഷേ എന്നാൽ ഒരു നഗ്ന സത്യം ഞാനിവിടെ വെളിപ്പെടുത്താൻ പോവാണ്. ലോകത്തിൽ ഒരു ഭാര്യയും ചെയ്യാത്ത അതിക്രൂരമായ ഒരു കാര്യം ഞാൻ ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ തേക്കുന്ന ബോഡി ഷോപ്പിൻ്റെ ക്രീമില്ലേ, ആ കവറ് മാത്രമേ ഉള്ളൂ ബോഡി ഷോപ്പിൻ്റെ. അതിനകത്ത് ഞാൻ സെറ്റാപ്പിലാണ് നിറച്ച് വെച്ചത്. ഞാൻ നോക്കുമ്പോൾ അതല്ല എങ്ങനെയാണെന്നറിയോ, ജസ്റ്റ് ഞാനൊക്കെ ഇത് ഇങ്ങനെ പിശുക്കി എന്നിട്ട് പിരികത്തെ വരെ പഠിച്ച് കഴുത്തലൊക്കെ ഞാൻ തേക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഇതേ കയ്യെ കൂടെ കാലേ കൂടെ ഒക്കെ എൻ്റെ ബോഡി ഷോപ്പ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ബോഡി ഷോപ്പിലെ ക്രീം എടുത്ത് മാറ്റി പയറ് ഒഴിഞ്ഞ കുപ്പിക്ക് അത് സെറ്റാവിൽ തേച്ച് വെച്ചു. എന്നിട്ട് ജസ്റ്റ് മനസ്സിലായില്ല, ജസ്റ്റ് ബോഡി ഷോപ്പിലെ ക്രീം നോക്കി. ബോഡി ഷോപ്പിന് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, സെറ്റാഫിൻ്റെ ഇച്ചിരി വൈറ്റ് വേറെ ടെക്സ്ചറല്ല. എന്നിട്ട് മനസ്സിലായി പൊട്ടർ വിശ്വസിച്ചു കേട്ടോ. അപ്പം ഇനി ജസ്റ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ പറ്റിക്കുന്നതായിരിക്കില്ല, കുറച്ച് ഉപയോഗിക്കണം കേട്ടോ, കുറച്ച്. അപ്പോൾ എന്നാൽ ശരി, പഴിച്ചു വരാം. ഇതാണ് ആ ക്രീം. മുമ്പേ സൂം ചെയ്ത് കാണിച്ചപ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ച ക്രീം വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ഡേ ക്രീം. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം നോക്കുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ബോഡി ഷോപ്പ് വൈറ്റമിൻ ഇ.